സോറി സർ, ഞാൻ പറഞ്ഞ സത്യ. മാഡം എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇങ്ങനൊരവസ്ഥയില് മാഡത്തെ അധികം ഇരുത്തരുത് സർ. മാഡം വലിയ ആളല്ലേ. തൽക്കാലം നിങ്ങൾ എല്ലാവരും തിരിച്ചിറങ്ങി പോണം. ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കും, കേസെടുക്കും. പറഞ്ഞത് കേട്ടില്ലേ? എന്താ സർ, പുറത്തു നിന്നുള്ള ആരുടെങ്കിലും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറയാൻ സാർ ഇത്ര സമയമെടുത്തോണ്ട് ഞാൻ ചോദിച്ചതാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പോലീസ് നടപടികൾ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സർ. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈഗോ. നിങ്ങൾ വേലക്കാരിയായി കാണുന്ന ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഈഗോ. പക്ഷേ അതിന് കൂട്ടു നിൽക്കാൻ തൽക്കാലം എനിക്ക് പറ്റില്ല. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? സാർ, വിളിച്ചോണ്ട് പോടോ. ഈ കേസ് ഇവിടെ വെച്ച് തീർന്നു സാറ് കരുതണ്ട. ഈ കേസിൽ കൃത്യമായ നടപടി സാറിന് എടുക്കാനായില്ലെങ്കിൽ ഇതിനു വേണ്ടി എവിടം വരെ പോണോ അവിടം വരെ ഞാൻ സഞ്ചരിക്കും. പത്മ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആരുടെ ഔദാര്യമല്ല, അതൊരു സത്യമാണ്. എന്റെ കുടുംബത്തിന്റെ അടിമയാണെന്ന് പലതവണ താൻ പറഞ്ഞിട്ടുണ്ട്. ഇതും അല്ല സർ, സാറിന്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നെഞ്ച് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. പത്മ, താൻ പോയിക്കോളൂ, ഞാൻ വന്നോളാം. താങ്ക്സ് മോനെ. ഒരുപക്ഷേ പകരം വീട്ടും പോലെ നീയും ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇനി ബാക്കി ഉണ്ടാവില്ലായിരുന്നു. എടാ, ഇനിയെങ്കിലും നീ നിന്റെ സംശയം ഒന്ന് അവസാനിപ്പിക്കുക. നന്ദിനിയെ ആരാ ഉപദ്രവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താം. താൻ വണ്ടിയിലേക്ക് കയറും, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട സാറേ, ഞാൻ എങ്ങോട്ടുമില്ല. ഞാൻ മോളെയും കൂട്ടി പൊയ്ക്കോളാം. നന്ദിനിയും കൂട്ടിയോ? അതെ സാറേ. എന്റെ മോളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ളിത്തട്ടിയ ഒരു പേടിയുണ്ടല്ലോ, അത് ഇപ്പോഴും എന്റെ നെഞ്ചിന്ന് പോയിട്ടില്ല. സൗഭാഗ്യങ്ങളൊന്നും വേണ്ട സാറേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നന്ദിനി ഇവിടുന്ന് പോവരുത്. ഇക്കാരണത്തോടു കൂടി നന്ദിനി ഇവിടുന്ന് പോയാൽ അത് മറ്റു പലരുടെയും ജയമാവും. സുദേവ, തന്റെ സ്ഥാനത്ത് നിന്ന് നന്ദിനിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് തന്നോട് ഞാൻ വാക്ക് പറഞ്ഞതാ. ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് മോളെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. പക്ഷേ താനും മോളും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നന്ദിനി പോയ നിമിഷം മുതൽ സ്വസ്ഥതയില്ലാതെ തെരുവിൽ അലയുകയായിരുന്നു ഞാനും ഇവനും ഒക്കെ. അത് കുടുംബത്തിനെതിരെ ഒരു കേസ് ഉണ്ടാവാതിരിക്കാനോ അഭിമാനം സംരക്ഷിക്കാനോ ഒന്നുമല്ല. അതെന്റെ മോളെ കണ്ടുകിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. സാറേ,
മദ്യപിച്ചല്ലാതെ താൻ ഇവനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നന്ദിനിയെ കാണാതായ നിമിഷം മുതൽ അന്വേഷിച്ചലയുന്ന തിരക്കില് അവൻ ആ മദ്യപാനം പോലും മറന്നു. ഉള്ളിൽ തട്ടി തന്നെയാടോ അവൻ അവളെ തിരഞ്ഞത്. നന്ദിനി മോള് വീട്ടിൽ തന്നെ ഉണ്ടാവും. നന്ദിനിയെ അവൻ സംരക്ഷിച്ചോളും. അച്ഛനെന്താ മോളെ വേണ്ടേ? അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ സാറിന്റെ കൂടെ പോയിക്കോളാം. സുദേവ, 1 or 2 ദിവസം താൻ അവിടെ വന്ന് നിന്ന് നന്ദിനി മോളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയിക്കോളൂ. വേണ്ട സാറേ, ഞാനിവിടെ ഓടി വന്നതും ഇവിടെ സംഭവിച്ചൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടാ. അവറ്റകൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഞാൻ സാറിനെ ഇപ്പോഴും വിശ്വസിക്കുക. ഞങ്ങൾക്ക് വേറെ ആരുമില്ല സാറേ. ഞാനിപ്പോ ഇവരെയും കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. നന്ദിനി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കട്ടെ. ക്ഷേത്ര നടയിൽ കുറച്ചു നേരം ഇരിക്കട്ടെ. എന്നിട്ട് മനസ്സൊന്ന് ശാന്തമാവുമ്പോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അച്ഛാ, ഞാൻ നല്ല ഭർത്താവൊന്നുമല്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നന്ദിനിയെ ആരും ഒന്നും ചെയ്യില്ല. ആ ധൈര്യം അച്ഛന് ഞാൻ തരാം. എന്നാ അച്ഛൻ പൊയ്ക്കോട്ടെ മോളെ. അച്ഛൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. അപമാനം പൊറുക്കാൻ പറ്റില്ല. മമ്മിയുടെ ഉദ്ദേശം എന്താന്നും അറിയില്ല. ആന്റിയുടെ ഉദ്ദേശം എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നന്ദിനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ പെട്ടുപോയാനെ. അക്കാര്യത്തിൽ അവളെ സമ്മതിക്കണം. ആന്റി കുറ്റക്കാരിയല്ലാന്ന് അവള് മൊഴി കൊടുത്തല്ലോ. അപ്പൊ പിന്നെ ആരാ കുറ്റം ചെയ്തത്? അത് പോലീസുകാർ കണ്ടുപിടിക്കുമല്ലോ. ഒരാളും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പറയട്ടെ. എന്താ? വീട് വിട്ടു പോകുന്നതിന് മുൻപ് അവളുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം എന്താ? ആ AC മെക്കാനിക്കുകൾ നമ്മുടെ വീട്ടിൽ വന്ന് ആഭരണവും പണവും കൊള്ളയടിച്ചു അല്ലേ? അതിന് ചോദ്യം ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും എന്നവൾക്കറിയില്ലേ? അതിന് അന്ന് വന്നവര് അവളുടെ ആളുകൾ തന്നെയാണെന്നൊന്ന് കരുതി നോക്കുക.